ഓട്ടം വളരെ മോശമായിട്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ കുറച്ച് തേങ്ങ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അത് പൊളിച്ച് ഇന്ന് കടയിൽ കൊണ്ടു കൊടുത്തിട്ട് വെട്ടിത്തൂക്കം കൊടുക്കാനാണ് നമ്മുടെ ഉദ്ദേശം. ഞാൻ എല്ലാം പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേണ്ട, പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര രൂപ വിലയുണ്ട്, എത്ര രൂപ കിട്ടും, ഇത് എത്ര കിലോ ഉണ്ട് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം നടുവട്ടം സെൻറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ കട. ഇത് ഈ വാച്ച് കടയുടെയൊക്കെ തൊട്ട് പറ്റിയിട്ടാണ് തേങ്ങാക്കട. 700 ചില്ലാൻ രൂപ കിട്ടി. 20 കിലോ ഉണ്ടായിരുന്നു, 20 ചില്ലറ കിലോ ഉണ്ടായിരുന്നു. 750 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പൊളിയും തേങ്ങ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് വന്ന വഴിക്ക് ഒരു ബാഗ് കച്ചവടക്കാരനെ കണ്ട്. അപ്പോൾ ആ വിശേഷം ഒന്ന് കാണാം നമുക്ക്. भैया कैसे ये कितना का है? ये 550 का स्कूल बैग है। स्कूल बैग है 1500 रुपीज़। 1500। स्कूल बैग कितने का है? ये 550 का सर। 550 का। और वो वाला बैग? वो 600 का टूल वाला। 600 का? हाँ। अच्छा ऐसा, हाँ हाँ ओके। ये स्टेशन करो और ये सब वाटर प्रूफ है। वाटर प्रूफ है। वो कितने का है? 600 का है, आपका 550 रुपीज़ का लगेगा सर। अच्छा, तो ये आपको महंगा बताते हैं, रिटर्न वापस। अच्छा, अब किधर का है? हम गाजियाबाद यूपी। वो वाला कितने का है? ये सर 450 का है। 450 का है। നല്ല രസമുള്ള ബാഗാണ് കേട്ടോ. നല്ല ലെതർ, ഏത് ലെതറൊക്കെ? वाटर प्रूफ मिक्स लेदर, ओरिजिनल नहीं होता सर। हाँ, मैं आपसे झूठ बोलूं, ओरिजिनल नहीं होता। ओरिजिनल तो आपका 10,000 का आएगा। ये नॉर्मल होता है, वाटर प्रूफ होता है। ये मिक्सिंग होता है इसके अंदर। हाँ हाँ हाँ। ओरिजिनल नहीं होगा। जैसे आपको ये शूज स्लीपर बनता है ना, इसीलिए वैक्सीन का मिक्सिंग का देखो, ये मिक्सिंग है। ये मिक्सिंग है ब्रदर, ऐसी ये मिक्सिंग है। अच्छा, मिक्सिंग का पहचान होता है, वाटर प्रूफ होता है इधर। अच्छा, അതിൽ വാട്ടർ പ്രൂഫ് ആണെന്നാണ് പറയണത് ഭായി. और आपका ഇത് മിക്സിംഗ് ആണ്, ഒറിജിനൽ അല്ല. ना ओरिजिनल नहीं है, ओरिजिनल अल्ला, ഇത് മിക്സിംഗ് ആണ്. आपका वाइफ अगर आपसे झगड़ा करे कितने का है? ये कितने का है? 550 रुपीज़ का सर। ये 550 रुपीज़, 550 രൂപയാണ് പറയണത്. ഇപ്പോൾ ഈ ഇരിക്കണൊക്കെ 550 രൂപ. അത് 1000. ഓ കിतने? वो वाला 1000? वो ये 1500 का है, आपको लेस करके 1300 का लगेगा। 1300 രൂപ, 1500 പറയുന്നുണ്ട്. 1300 കിട്ടും. ആർക്കെങ്കിലും താല്പര്യമുള്ളവരിത് ഈ ഇവിടെ ഉണ്ട്. നമ്മുടെ നടുവട്ടത്തേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു മറ്റേ നമ്മുടെ പായസക്കടയൊക്കെ ഉണ്ട്. പായസക്കടയുടെ ഓപ്പോസിറ്റാണ്. സായൂജ് ബാറിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് സ്ഥലം. പിട്ടാപ്പള്ളി അതിൻ്റെയൊക്കെ തൊട്ടിപ്പുറത്തായിട്ട് വായിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോര്. അതൊക്കെ കണ്ട് സ്റ്റാൻഡിലേക്ക് വന്നപ്പോൾ വണ്ടി കുറവാണ്. ഭാഗ്യം ഉണ്ടാ, വളരെ കുറച്ച് വണ്ടിയുള്ളൂ. നോട്ടം കാലത്തെ ഉണ്ടായിരുന്നു തോന്നുന്നു. അതാണ് ഇത്രയും കുറച്ച് വണ്ടി ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ കുറേ അറ്റം വരെ വണ്ടി കണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് സ്റ്റാൻഡിൽ വന്നപ്പോൾ തന്നെ 2 വണ്ടി അമാനയിലേക്ക് ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. കാര്യം ഇവിടെ 2 വണ്ടിക്ക് ഞാൻ ആദ്യം വന്നപ്പോൾ ഫസ്റ്റ് ഗ്യാപ്പ് ഞാനായി. അപ്പോൾ അവിടുന്ന് അമാനമാളിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഓട്ടം അയിലക്കാട് കോട്ടമുക്ക് റോട്ടിലേക്കാണ്. പൈസ എത്രയാണെന്ന് ഞാൻ പറയാനില്ല, കാര്യം പല സ്ഥലത്തും പല റേറ്റാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു റേറ്റ് ഉണ്ട്, അത് ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം. ആ റേറ്റിലാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ വലിയ സിറ്റികളത്തെ പോലുള്ള റേറ്റിൽ ഞങ്ങൾക്ക് ഓടാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റിട്ടേൺ ഒന്നും കിട്ടില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ റേറ്റ് ഞാൻ പറയണില്ല. എനിക്ക് ഫസ്റ്റ് ഓട്ടം കിട്ടിയത് ഇങ്ങോട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് ഓടിയ പൈസ എത്രയുണ്ടെന്ന് വേണമെങ്കിൽ ഒരു ദിവസം വീഡിയോ എടുത്തിട്ട് ഞാൻ ഇത്ര മണി തൊട്ടിട്ട് ഇത്ര മണി വരെ ഓടി എന്നൊക്കെയുള്ള വീഡിയോ എടുത്തിട്ട് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ഇട്ട് നമുക്ക് ഇടാം. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ സ്റ്റാൻഡിലേക്ക് പോകുക തന്നെയാണ്. പിന്നെ നമ്മുടെ എടുക്കാത്ത ഭാഗങ്ങൾ കുറച്ച് വീഡിയോ ഉണ്ട്, അതെടുത്ത് വയ്ക്കണം, നിങ്ങൾ കാണിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ശരി, നമുക്ക് എടപ്പാൾ ടൗണിൽ വെച്ച് കാണാം.